നമസ്കാരം. വയനാട് ദുരന്തം ഉണ്ടായതിനു ശേഷം ഡൽഹിയിൽ നിന്നൊരു താടിക്കാരൻ ചൂരൽമലയിൽ വന്ന് ഒരു കുട്ടിയെ എടുത്ത് കോമാളിത്തരം കാണിച്ച് തിരിച്ചുപോയി. വയനാടിനായ എന്താണ് ചെയ്തത്? LDFും UDFും എല്ലാ സംവാദങ്ങളിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്താണ് കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും വയനാട് ദുരന്തബാധിതർക്കു വേണ്ടി ചെയ്തതെന്ന്? ഖേദകരമെന്ന് പറയട്ടെ, ഇതിന് കൃത്യമായി മറുപടി കൊടുക്കുന്ന ഒരു BJP നേതാവിനെയും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഈ നിലമ്പൂർ ഇലക്ഷനിൽ പോലും കൃത്യമായിട്ട് ഈ ചോദ്യം വരുമ്പോൾ തപ്പിക്കളിക്കുന്ന അല്ലെങ്കിൽ എന്തൊക്കെയോ വിളിച്ചു പറയുന്ന ഒരു BJPയുടെ രാഷ്ട്രീയ നേതൃത്വത്തെയോ അല്ലെങ്കിൽ ഡിബേറ്റർമാരെയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണൂ. ജില്ലയല്ലേ വയനാട്? ഇവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല. അല്ല, അതിനു മുൻപ് ഇവിടെ കവളപ്പാറയിൽ ഒരു ദുരന്തം അന്ന് കേന്ദ്ര സർക്കാർ കൊടുത്തിരുന്ന പണം കൊണ്ട് കവളപ്പാറയിലുള്ള എന്തെല്ലാം വികസനങ്ങളാണ് നമ്മുടെ നിലമ്പൂരിലുള്ള പ്രദേശം തന്നെയല്ലേ? അതും കൂടി ഈ ഇലക്ഷനിൽ ചർച്ച ചെയ്യണം. വയനാടിന് എന്താ കേന്ദ്ര സർക്കാർ കൊടുക്കാത്തത്? ഇവിടെ ദുരന്തം ഉണ്ടായിരുന്ന സമയത്ത് പ്രധാനമന്ത്രി നേരിട്ട് വന്ന് കണ്ടതിന്റെ വയനാടിലെ പുനരധിവാസത്തിന് വേണ്ട ഫണ്ട് അത് കേന്ദ്ര സർക്കാർ കൊടുക്കാൻ തയ്യാറാണ്. അത് ഇവിടെയുള്ള ദുരന്തം വിതച്ച ഈ നാട് കണ്ട ഏറ്റവും വലിയ ദുരന്തം വയനാടുണ്ടായിട്ട് പ്രധാനമന്ത്രി വന്ന് ഒരു കുട്ടിയെ ലാളിച്ച് പൊറാട്ട് നാടകം കളിച്ച് തിരിച്ചു പോകാനല്ല. എന്ത് കൊടുത്തു ആ ജനതക്ക്? എന്ത് കൊടുത്തു ആ ജനതക്ക്? അതിന് മറുപടി പറയണം. പെൻഷന് കൊടുക്കാനുള്ളതെല്ലാം കേന്ദ്രം തരുന്നുണ്ടെന്ന് അവർ പറയുന്നത്. നോക്കൂ, എന്ത് വലിയ നന്ദികേടാണ് ഇവർ പറയുന്നതെന്ന്. ഞാൻ ചൂരൽമല സ്വദേശിയാണ്, ആ ദുരന്തബാധിതനുമാണ്. കേന്ദ്ര സർക്കാർ എന്തു ചെയ്തു എന്ന് കൃത്യമായിട്ട് ബോധ്യമുള്ള ഒരു മനുഷ്യനുമാണ്. കാരണം ഒരു സർക്കാരും ചെയ്യാത്ത അത്ര നല്ല രീതിയിൽ കേന്ദ്ര സർക്കാർ ഈ ദുരന്തബാധിതരുടെ കൂടെ ചേർന്ന് നിന്നിട്ടുണ്ട്. പക്ഷെ കേന്ദ്ര ഭരിക്കുന്ന പാർട്ടിയുടെ നേതൃത്വം കൃത്യമായിട്ട് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പരാജയപ്പെട്ടു എന്നുള്ളതാണ് വലിയൊരു കാര്യം. മറിച്ച് എതിരാളികൾ ഈ കുപ്രചരണം നടത്തുന്നതിൽ വലിയ വിജയം കൈവരിച്ചു എന്നുള്ളതുമാണ്. ഉരുൾപൊട്ടൽ ജൂലൈ 30 ഉരുൾപൊട്ടൽ ഉണ്ടായി. നമ്മുടെ മുഖ്യമന്ത്രിയെ പോലും ആദ്യം അറിയിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഫോൺ കോളിലൂടെയാണ് ഈ ദുരന്തം അറിയുന്നത് എന്ന് പത്രങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞതാണ്. അതിനുശേഷം പ്രധാനമന്ത്രി നേരിട്ട് വന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ സൈന്യമടക്കമുള്ള NDRFും സൈന്യമടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനത്തിൽ കേന്ദ്രവും സൈന്യവും എല്ലാം സഹായിച്ചു. നാടൊട്ടാകെ ദുരന്തബാധിതരോടൊപ്പം നിന്നു. രക്ഷാപ്രവർത്തനത്തിൽ മാതൃകയായ രക്ഷാപ്രവർത്തനം നടത്തി. നമുക്കറിയാം ബെയിലി പാലമൊക്കെ നിർമ്മിച്ചത്. അതുപോലെ തന്നെ വിവിധ സന്നദ്ധ സംഘടനകളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, മുസ്ലിം ലീഗ് ആയിക്കോട്ടെ, അവരുടെ വൈറ്റ് ഗാർഡ് ആയിക്കോട്ടെ, DYFI ആയിക്കോട്ടെ, സേവാഭാരതി ആയിക്കോട്ടെ, കൈമെയ് മറന്ന് ഏകോദര സഹോദരങ്ങളെ പോലെ ദുരന്തബാധിതരായിട്ടുള്ള എൻ്റെ ജനതയ്ക്ക് വേണ്ടി അവിടെ കൈമെയ് മറന്ന് പ്രവർത്തിച്ചു. താൽക്കാലിക പുനരധിവാസത്തിൽ സംസ്ഥാന സർക്കാർ അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യങ്ങളാണ് കാഴ്ചവെച്ച്. സംസ്ഥാന സർക്കാർ നന്നായി അവിടെ ആക്ട് ചെയ്തു. കേന്ദ്ര സർക്കാർ അതിനുശേഷമാണ് കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തു എന്നുള്ള ഒരു ചോദ്യം വന്നത്. ഞാൻ ഒന്നൊന്നായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ കാണണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നോക്കൂ, ആദ്യം തന്നെ രക്ഷാപ്രവർത്തനമാണ്. രക്ഷാപ്രവർത്തനത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടാകും, കേന്ദ്ര സർക്കാർ ഒരു കേന്ദ്രമന്ത്രിയെ തന്നെ കൽപ്പറ്റയിൽ ക്യാമ്പ് ചെയ്യിച്ചുകൊണ്ട് അതിന് മേൽനോട്ടം വഹിച്ചു. അതുപോലെ തന്നെ സൈന്യവും കേന്ദ്രത്തിന്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് സഹായിച്ചു. അതിനുശേഷം സാമ്പത്തിക സഹായങ്ങളെ കുറിച്ചാണ് ഇവർ ചോദിക്കുന്നത്, എന്താ ചെയ്തതെന്ന്. അതിലേക്കാണ് ഞാൻ വരുന്നത്. മരണപ്പെട്ടത് 398 പേരാണ് മരണപ്പെട്ടത് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ. അതിൽ ഒരു കുടുംബത്തിന് 8 ലക്ഷം രൂപ വീതമാണ് മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ലഭിക്കുക. നോക്കൂ, ആ കുടുംബങ്ങൾക്ക് ലഭിക്കുന്നതിൽ 8 ലക്ഷത്തിൽ സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകുന്നത് കേവലം 2 ലക്ഷം രൂപ മാത്രമാണ്. 4 ലക്ഷം രൂപ SDRFിൽ നിന്നും 2 ലക്ഷം രൂപ
PMNRF-ൽ നിന്ന്, പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുമാണ് 6 ലക്ഷം രൂപ കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. SDRF എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് കേന്ദ്ര സർക്കാരാണ് അതിന്റെ 75% നിക്ഷേപിക്കുന്നത് SDRF-ലേക്ക്, 25% മാത്രമാണ് സംസ്ഥാന സർക്കാർ. അതുവഴി 6 ലക്ഷം രൂപ അല്ലെങ്കിൽ 5.5 ലക്ഷം രൂപയും കൊടുക്കുന്നത്, 5.5 ലക്ഷം രൂപയും നൽകുന്നത് 5.5 ലക്ഷം രൂപയും നൽകുന്നത് കേന്ദ്ര സർക്കാരാണെന്ന് പറയേണ്ടി വരും. അതിൽ 2.5 ലക്ഷം രൂപ മാത്രമാണ് ശരിക്കും കൃത്യമായിട്ട് സംസ്ഥാന സർക്കാരിന്റെ, അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന്. അതുപോലെ തന്നെ ഇവിടെ ഗുരുതരമായി പരിക്കേറ്റ ആളുകൾ, ആ പരിക്കേറ്റ ആളുകളുടെ ചികിത്സ മൊത്തം SDRF-ൽ നിന്നാണ് കൊടുക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഫണ്ടിൽ നിന്നും SDRF-ൽ നിന്നുമാണ്. CMDRF-ൽ നിന്ന് ഇതുവരെ നയാ പൈസ ചിലവഴിച്ചിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. SDRF-ൽ നിന്ന് ഇതുവരെ അവിടെ ചെലവഴിച്ച് 145 കോടി രൂപയാണെന്ന് പറയുന്നു. CMDRF-ൽ നിന്ന് 3.2 കോടി, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ 760 കോടി രൂപ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന് വേണ്ടി മാത്രം ഈ മാലോകർ, നല്ല മനസ്സലിവുള്ള മനുഷ്യത്വമുള്ള മനുഷ്യര്, അവര് കൂടും കുടുക്കയും പൊട്ടിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ അകപ്പെട്ട ആളുകൾക്ക് വേണ്ടി 760 കോടി രൂപ നിക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് 3.2 കോടി രൂപ മാത്രമാണ് സംസ്ഥാന സർക്കാർ ചിലവഴിച്ചത് എന്നാണ് എൻ്റെ അറിവിലുള്ളത്. തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. ഞാൻ ഗവൺമെന്റ് സോഴ്സിൽ നിന്ന് ഞാൻ അറിഞ്ഞത് അത്രയേ ഉള്ളൂ, അതിനപ്പുറം ചിലവഴിച്ചിട്ടില്ല എന്നുള്ളതാണ്. SDRF-ൽ നിന്ന് 145 കോടി രൂപ ചിലവഴിച്ചു. ഇനി കേന്ദ്രം എന്ത് കൊടുത്തു ഈ താടിക്കാരൻ എന്ത് കൊടുത്തു എന്ന് ഇവർ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ഒരു ഉത്തരമാണ് ഞാൻ പറയുന്നത്. പ്രിയമുള്ളവരെ, ആദ്യം തന്നെ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും ഈ ദുരന്തം നേരിടുന്നതിനും വേണ്ടി 50 വർഷത്തേക്ക് പലിശരഹിതമായിട്ടുള്ള ഒരു വായ്പ അനുവദിച്ചു. പലിശരഹിതമായി 529.5 കോടി രൂപ 50 വർഷത്തേക്ക് പലിശരഹിതമായി തിരിച്ചടക്കണമെന്ന വ്യവസ്ഥയിൽ കേന്ദ്രം കൊടുത്തു. ഈ പണം 50 വർഷം കഴിഞ്ഞ് ഏതാണ് ഭരണകൂടം തിരിച്ചടക്കേണ്ടി വരില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും അത് വായ്പയായിട്ടാണ് കൊടുത്തത്. ആ വായ്പയായി കൊടുത്തത് ശരിയായില്ല എന്നൊരു വിമർശനം, ആ വിമർശനം ഉൾക്കൊള്ളട്ടെ. വായ്പയായി കൊടുത്തത് ശരിയല്ല, വായ്പ തിരിച്ചടക്കണം. എന്തായാലും അതിന് കൃത്യമായി മാനദണ്ഡവും കാലാവധി നിശ്ചയിച്ചു, അതും വിവാദമായി. പക്ഷെ അതിലും ഇളവ് നൽകി സംസ്ഥാന സർക്കാർ അത് ചെയ്യട്ടെ, അത് തിരിച്ചെടുക്കുക, അതിന് കാര്യങ്ങൾ ചെയ്യട്ടെ. അതിനും അപ്പുറത്ത് ഈ ദുരന്ത ബാധിതർക്ക് വീട് നിർമ്മാണം വേണം. എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കാം. ആ ചോദ്യം എവിടെ നിന്നും ഉയർന്നില്ല എന്നുള്ളതാണ് ഈ നുണപ്രചരണത്തിന് ഇത്രത്തോളം ആക്കം ലഭിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? ദുരന്ത ബാധിതർക്ക് ധനസഹായങ്ങൾ നൽകണം, അവരെ ചികിത്സാ സഹായങ്ങൾ നൽകണം, അവർക്ക് പിന്നെ മരണപ്പെട്ടവർക്ക് നൽകി ചികിത്സാ സഹായങ്ങൾ കേന്ദ്രമാണ് കൊടുക്കുന്നത്. സംസ്ഥാന സർക്കാർ നയാ പൈസ സംസ്ഥാന സർക്കാരിന് ചിലവില്ല, കേന്ദ്രമാണ് കൊടുക്കുന്നത്. വീടുകൾ വെച്ച് കൊടുക്കുന്നു എന്ന് പറയുന്നു. വീടുകൾ വെച്ച് കൊടുക്കുന്നതിന് നമുക്കറിയാം എത്രയോ സന്നദ്ധ സംഘടനകൾ സ്പോൺസർഷിപ്പ് ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. കേന്ദ്ര സർക്കാർ ചെയ്ത കാര്യം, കേന്ദ്ര സർക്കാർ ഈ പാവങ്ങളുടെ വീട് നഷ്ടപ്പെട്ടു പോയി. അപ്പൊ ആ വീട് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾക്ക് ഇനി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇത്രയും ആളുകളെ പുനരധിവസിപ്പിക്കാൻ എന്താണ് നൽകിയത് എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഇരിക്കുന്നത്. അതായത് നിങ്ങൾ ഈ സൈഡിലൂടെ പോകുന്ന വാർത്താക്കുറിപ്പ്, ഇപ്പൊ ഈ സൈഡിൽ ഞാൻ പിൻ ചെയ്തു വെച്ച ഒരു വയനാട് കളക്ടറുടെ മെയ് 2018 മെയ്യിലുള്ള വാർത്താക്കുറിപ്പാണ് വയനാട് ജില്ലാ കളക്ടറുടെ. അതിൽ അവർ പറയുന്നു, നിങ്ങളത് ശ്രദ്ധിക്കുക, ഞാൻ പറയുന്നതിനോടൊപ്പം നിങ്ങളത് ശ്രദ്ധിക്കുക. വയനാട് ജില്ലാ കളക്ടറുടെ വാർത്താക്കുറിപ്പാണ്. അതിൽ പറയുന്നു, അതിതീവ്ര ദുരന്തങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ സഹായമായി സാസ്കി ഫണ്ടിൽ നിന്നും 378.57 കോടി രൂപ അനുവദിച്ചു. സാസ്കി ഫണ്ട് ആദ്യത്തെ 529.5 കോടി രൂപ വായ്പ കൊടുത്തതിന് പുറമെയാണ്, നിങ്ങൾ ചിന്തിക്കണം, 378.57 കോടി രൂപ സാസ്കി ഫണ്ടിൽ നിന്ന് അതിതീവ്ര ദുരന്തങ്ങൾക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ സഹായധനമായി സംസ്ഥാനത്തിന് അനുവദിച്ചു. അത് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്ക് എങ്ങനെയാണ് അത് സഹായകരമാകുക എന്നും കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതിൽ വീടുകൾ നിർമ്മിക്കാൻ, അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് 111.32 കോടി രൂപയാണ്. 111.32 കോടി രൂപ വീടുകൾ നിർമ്മിക്കാൻ.
ഈ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുവാൻ വീടുകൾ നിർമ്മിക്കാനാണ് ഈ സാസ്കി ഫണ്ടിൽ നിന്നും അനുവദിച്ച 378.57 കോടി രൂപയിലെ 111.32 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത് വീടുകൾ നിർമ്മിക്കാൻ. എത്ര വീടുകളാണ്? 1023 വീടുകൾ നിർമ്മിക്കും എന്നാണ് സർക്കാർ പറഞ്ഞിരുന്നത്. പക്ഷെ നിങ്ങൾ അറിയണം, കേരളത്തിലെ മാലോകർ എല്ലാവരും അറിയണം, ഇവിടുത്തെ അഭ്യസ്ത വിദ്യരായിട്ടുള്ള ജനത അറിയണം, 1023 വീടെന്ന് ഗവൺമെന്റ് പറഞ്ഞതിൽ നിന്നും താഴേക്ക് വന്ന് ഇപ്പോൾ 402 വീടുകൾ. ഇപ്പോൾ ഇവർ ലിസ്റ്റ്, ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് 402 വീടുകൾ അനുവദിക്കും എന്നാണ്. ജില്ലാ ഭരണകൂടം ഒരു 50 പേർക്ക് കൂടി വീടുകൾ അനുവദിക്കണമെന്ന് പറഞ്ഞ് അവരുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, 48 പേർക്ക്. ആ 48 പേരെ സംസ്ഥാന സർക്കാർ അംഗീകരിച്ചാൽ പോലും 450 വീടുകളാണ് എൽസൺ എസ്റ്റേറ്റിൽ നിർമ്മിക്കേണ്ടത്. അതിൽ തന്നെ ഒരു 122ഓളം പേർ ഞങ്ങൾക്ക് ധനസഹായം മതി എന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. ധനസഹായമായി കൈപ്പറ്റുന്ന ആളുകൾക്ക് ഗവൺമെന്റ് നൽകുന്നത് 15 ലക്ഷം രൂപയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. 15 ലക്ഷം രൂപ. ഈ സാസ്കി ഫണ്ടിൽ നിന്ന് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നത് 450 വീടിനാണെങ്കിൽ പോലും 111.32 കോടി രൂപ 450 വീടുകൾക്ക് ലഭിക്കുമ്പോൾ ഒരു വീടിന് 24,73,000 രൂപ ലഭിക്കുന്നു. ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതർക്ക് വീട് വെച്ചു കൊടുക്കുവാൻ 24,73,000 രൂപ ഒരു വീടിന് കേന്ദ്ര സർക്കാർ സാസ്കി ഫണ്ടിൽ നിന്ന് നൽകുന്നു. ഇവിടെ ഓരോ വീട് വെക്കാനും സന്നദ്ധ സംഘടനകൾ സംസ്ഥാന സർക്കാരിന് 20 ലക്ഷം രൂപ വീതം കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കുക. അതിനു പുറത്ത് 760 കോടി രൂപ CMDRF-ൽ ഈ ദുരന്തബാധിതരുടെ പേരിൽ വിവിധ ആയിട്ടുള്ള ആളുകൾ, നല്ല മനസ്സുള്ള ആളുകൾ നിക്ഷേപിച്ചിട്ടുണ്ട്, കേന്ദ്ര സർക്കാർ കൊടുക്കുന്നു. അതുപോട്ടെ, ഈ എൽസൺ എസ്റ്റേറ്റിൽ വീടുകളിലേക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിന്, അതായത് റോഡുകൾ നിർമ്മിക്കാൻ, ഇത് വലിയൊരു 450 വീടെന്ന് പറയുമ്പോൾ വലിയൊരു പാർപ്പിട സമുച്ചയമാവും. അതിലേക്ക് റോഡുകൾ നിർമ്മിക്കണം, ടാർ ചെയ്തതോ കോൺക്രീറ്റ് ചെയ്തതോ മനോഹരമായ റോഡുകൾ നിർമ്മിക്കണം. ഇത്തരം റോഡുകൾ നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ 87 കോടി രൂപ കൊടുക്കുന്നു. 87 കോടി രൂപ സാസ്കി ഫണ്ടിൽ നിന്ന്. അതുപോട്ടെ, ഇത്രയും വീടുകൾ ഒരുമിച്ച് വരുമ്പോൾ അവിടെ ഒരു വൈദ്യുതിയുടെ വിതരണത്തിലുള്ള പ്രതിസന്ധി വരും. ആ പ്രതിസന്ധി പരിഹരിക്കുവാൻ അവിടെ 110 kV സബ്സ്റ്റേഷൻ നിർമ്മിക്കുവാൻ 13.5 കോടി രൂപ കേന്ദ്ര സർക്കാർ കൊടുക്കുന്നു. അതുപോലെ തന്നെ അട്ടമല ചൂരൽമല റോഡ് ആകെ തകർന്നുപോയി, ആ റോഡ് പുനർനിർമ്മിക്കുവാൻ 38 കോടി രൂപ. അതുപോലെ പുന്നപ്പുഴ നിർമ്മാണത്തിന്, പുന്നപ്പുഴയുടെ ആ ഒഴുകി വന്ന ഈ ദുരന്താവശിഷ്ടങ്ങൾ ഒഴുകി വന്ന അത് വൃത്തിയാക്കുവാൻ വേണ്ടി കൊടുക്കുന്നത് പ്രിയമുള്ളവരെ 65 കോടി രൂപയാണ് പുന്നപ്പുഴ വൃത്തിയാക്കുവാൻ വേണ്ടി കൊടുക്കുന്നത്. എല്ലാ അർത്ഥത്തിലും ദുരന്തബാധിതർക്കൊപ്പം നിന്ന ഒരു സർക്കാരിനെ, ഒരു പ്രധാനമന്ത്രിയെ ഇങ്ങനെ നന്ദിയില്ലാത്ത രീതിയിൽ അവഹേളിക്കുന്നതും അപമാനിക്കുന്നതും പ്രബുദ്ധരെന്ന് സ്വയം നടിക്കുന്ന ഒരു ജനതയ്ക്ക് നല്ലതല്ല എന്ന് ഓർമ്മിപ്പിക്കട്ടെ. എല്ലാ അർത്ഥത്തിലും കേന്ദ്ര സർക്കാർ ഈ ദുരന്തബാധിതർക്കൊപ്പം ചേർന്ന് നിന്നുണ്ട്. പക്ഷെ ദുരന്തബാധിതരെ എല്ലാ കാലത്തും ദ്രോഹിക്കുന്നത് ഈ സംസ്ഥാന സർക്കാരാണെന്ന് പറയാതെ വയ്യ. കാരണം 760 കോടി രൂപ ദുരന്തബാധിതരുടെ പേരിൽ പിരിച്ചു വച്ചിട്ട് പോലും പ്രിയമുള്ളവരെ അതിൽ നിന്ന് നയാ പൈസ ചിലവഴിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. വാടക കൊടുക്കുവാൻ വേണ്ടി ഈ 6000 രൂപ ഈ താൽക്കാലിക പുനരധിവാസത്തിൽ വീടുകൾ അനുവദിച്ചിട്ട് 6000 രൂപ ഒരു കുടുംബത്തിന് വാടക കൊടുക്കുന്നു. ആ വാടക കിട്ടാൻ പോലും സമരം ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയിലാണ് അവിടുത്തെ ദുരന്തബാധിതർ. അതുപോലെ ഒരു കുടുംബത്തിന് 2 പേർക്ക് 300 രൂപ വെച്ച് 9000 രൂപ ഒരാൾക്ക് കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അതിലും ആളുകളെ ചുരുക്കി കൊണ്ടുവന്ന് ഇന്ന് കേവലം 600-620 ആളുകളിലേക്ക് ഒതുക്കിയിരിക്കുന്നു. എങ്ങനെയാണ് ഈ ദുരന്തത്തെ ഉപയോഗിച്ചുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്യുക എന്നാണ് നോക്കുന്നത്. ഈ ലോട്ടറിയുടെ പേരിൽ, മദ്യത്തിന്റെ പേരിൽ ഈ മലയാളികളെ പറ്റിക്കുന്നത് പോലെ ഈ ദുരന്തബാധിതരെയും കബളിപ്പിക്കുവാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. നയാ പൈസ സംസ്ഥാന സർക്കാർ ഈ ദുരന്തബാധിതർക്ക് വേണ്ടി ചെലവഴിക്കുന്നില്ല എന്ന് നിങ്ങൾ ഓർക്കുക. കേന്ദ്ര സർക്കാർ എന്തു ചെയ്തു എന്നല്ല ചോദിക്കേണ്ടത്. കേരളീയ പൊതുസമൂഹം ചോദിക്കേണ്ടത് കേന്ദ്ര സർക്കാർ എന്തു ചെയ്തു എന്നാണ്. കേരള സർക്കാർ എന്തു ചെയ്തു എന്നല്ല.
കേരള സർക്കാർ എന്ത് ചെയ്തു എന്നാണ്. കേരള സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ ഒരു ഇടനിലക്കാരന്റെ ഒരു കുശാഗ്ര ബുദ്ധിയോടുകൂടി കമ്മീഷൻ അടിക്കാൻ നമ്മുടെ ഭൂമിയൊക്കെ റിയൽ എസ്റ്റേറ്റിന്റെ ദല്ലാൾമാര് ഈ ഭൂമി വിൽക്കുമ്പോൾ ഇടയിൽ നിന്ന് കമ്മീഷൻ പറ്റില്ല. അത്തരം കമ്മീഷൻ പറ്റുന്ന ഒരു ഇടപാട് മാത്രമാണ് ഇവിടെ സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. അത് ചെയ്യുന്നതോ പോട്ടെ, നന്ദിയില്ലാത്ത രീതിയിൽ മോദി എന്ത് ചെയ്തു, താടിക്കാരൻ എന്ത് ചെയ്തു, കേന്ദ്രം എന്ന് ചെയ്തു എന്നുള്ള ഒരു ഒരു നെറികെട്ട ഒരു ചോദ്യം പൊതുസമൂഹത്തിൽ ഉയർത്തുകയും ആളുകളെ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്ത് കേന്ദ്രത്തിനെതിരെ തിരിക്കുന്ന ഒരു നിലപാടാണ് സങ്കടകരമെന്ന് പറയട്ടെ. താൻ പോരിമയും ഞണ്ടുകളുടെ സ്വഭാവവും സഹജമായിട്ടുള്ള BJP നേതൃത്വം ഇതിനെ കൃത്യമായി ചെറുക്കുന്നതിൽ അമ്പെ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് പറയാതെ വയ്യ. എന്തായാലും യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. കേന്ദ്ര സർക്കാർ ദുരന്തബാധിതരെ അങ്ങേയറ്റം സഹാനുഭൂതിയോടുകൂടി സംരക്ഷിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ദൗർഭാഗ്യം എന്തെന്ന് വെച്ചാൽ ഒരു ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്ര സർക്കാരിന് ഇവിടെ നേരിട്ട് പുനരധിവാസത്തിൽ ഇടപെടാൻ കഴിയില്ല. പണം നൽകുവാനേ കഴിയുള്ളൂ. ആ പണം കൃത്യമായി ഇവർ വിനിയോഗിക്കുമോ എന്ന് കണ്ടറിയണം കോശി എന്ന് മാത്രമേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.